ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 ചോദ്യങ്ങളാണ്. PYQ ആണ്. 72/2026 ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. എ ഷോർട്ടുഗായ്, ബി ചാൻഹുദാരോ, സി ധോളവീര, ഡി മോഹൻജദാരോ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ധോളവീര. ഓപ്ഷൻ സി ധോളവീര. അടുത്ത ചോദ്യം. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. പാഞ്ചാലം, യൗധേയർ, വജ്ജി, ഛേദി. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി യൗധേയർ. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ഓപ്ഷൻ എ ഹസാരിബാഗ്, ബി പഹാരിയ, സി ബൽഭൂം, ഡി ദാമിൻ കോഹ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ദാമിൻ കോഹ്. ഓക്കെ. അടുത്തത് ഒരു കറണ്ട് അഫെയർ ആണ്. നാലാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആരാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്? സൗമ്യൻ സെൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത് 65-ാമത്തെ ചോദ്യം. 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഓപ്ഷൻ എ പാലക്കാട്, ബി കോഴിക്കോട്, സി കണ്ണൂർ, ഡി തൃശ്ശൂർ. 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ. ഇനി കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരായിരുന്നു. വേദി തൃശ്ശൂർ. 1-ാം സ്ഥാനം നേടിയത് കണ്ണൂരാണ്. 2-ാം സ്ഥാനം തൃശ്ശൂർ. 2-ാം സ്ഥാനം നേടിയത് തൃശ്ശൂർ. 3-ാം സ്ഥാനം കോഴിക്കോട്. ഓക്കെ. ഇനി നമുക്ക് 63-ാമത് കേരള സ്കൂൾ കലോത്സവം കൂടി നോക്കിപ്പോവാം. 63-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. വേദി തിരുവനന്തപുരം. ഇനി 1-ാം സ്ഥാനം നേടിയത് ഏത് ജില്ലയാണ്? തൃശ്ശൂർ ജില്ലയാണ് 1-ാം സ്ഥാനം നേടിയത്. 2-ാം സ്ഥാനം പാലക്കാട്. 3-ാം സ്ഥാനം കണ്ണൂർ. അപ്പോൾ 63-ാം കേരള സ്കൂൾ കലോത്സവത്തിൽ 3-ാം സ്ഥാനം കണ്ണൂരായിരുന്നു. അവരാണ് 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2025-ലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. 2025-ലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. EV രാമകൃഷ്ണൻ, EP രാജഗോപാലൻ, N പ്രഭാകരൻ, ഡി അംബികാസുധൻ മാങ്ങാട്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി EP രാജഗോപാലൻ. ഓക്കെ. അപ്പോൾ EP രാജഗോപാലിൻ്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2025. അപ്പോൾ നമുക്ക് 2024-ലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു? 2024 ലഭിച്ചത് K അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഗോപ. ഓക്കെ. ഇനി 2023 കൂടി നോക്കാം. 2023 ലഭിച്ചത്
P.N. ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം 2023 ലഭിച്ചത്. ഏതായിരുന്നു കൃതി? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ അയ്യാവഴി എന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നാണ്. എ. ഇ. വി. രാമസ്വാമി, ബി. വൈകുണ്ഠസ്വാമികൾ, സി. ചട്ടമ്പിസ്വാമികൾ, ഡി. തൈക്കാട് അയ്യാസ്വാമി. ഉത്തരം എന്താണ്? അയ്യാവഴി. ആ വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ഓക്കെ. ഇനി കുറച്ച് റിനൈസൻസ് ലീഡേഴ്സിൻ്റെ കൃതികൾ നോക്കാം. ആദ്യം തന്നെ ചട്ടമ്പിസ്വാമികളുടെ കുറച്ച് കൃതികൾ നോക്കാം. പ്രധാനപ്പെട്ട കൃതികൾ: ജീവകാരുണ്യ നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ഇത് പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ: ശ്രീനാരായണ ഗുരു, ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം. ഓക്കെ. ഇനി വാഗ്ഭടാനന്ദൻ്റെ കുറച്ച് കൃതികൾ. വാഗ്ഭടാനന്ദൻ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മവിദ്യാകാഹളം, ശിവയോഗി വിലാസം, ഇതാണ് പ്രധാനപ്പെട്ട വാഗ്ഭടാനന്ദൻ്റെ കൃതികൾ. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. അത് നിരോധിച്ചത് ഏത് വർഷമായിരുന്നു? 1910. കൂടാതെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.